എത്ര ശക്തരാണെങ്കിലും ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോകും, നമ്മൾ മടുത്തു പോകും. ഏലിയാ പ്രവാചകൻ എത്രയോ വലിയ പ്രവാചകനായിരുന്നു. കാർമൽ മലയിൽ വെച്ച് ബാലിൻ്റെ 400 പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ശക്തനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഇതെല്ലാം കഴിഞ്ഞ് ആ 400 പ്രവാചകന്മാരെയും ഇല്ലാതെ ചെയ്ത് ഇതിനു ശേഷം ഈ ആഹാബ് രാജാവിൻ്റെ രഥത്തിൻ്റെ മുമ്പിലോടി 1 മണിക്കൂർ ഓടി 1 കിലോമീറ്റർ ഓടി കൊട്ടാരത്തിലെത്തി. അപ്പോഴും ക്ഷീണിച്ചില്ല. പക്ഷേ ജസബൽ രാജ്ഞിയുടെ ഭീഷണി കേട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം തളർന്നുപോയി. ഏലിയാ പ്രവാചകൻ അവിടെ നിന്ന് 1 ദിവസത്തെ വഴി ഓടി മരുഭൂമിയിലെത്തി പേടിച്ച്. അവിടെ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ വിശ്രമിച്ചു തളർന്നു കിടന്നുറങ്ങി. ദൈവം അദ്ദേഹത്തെ വിളിച്ച് തട്ടി ഉണർത്തുകയാണ്. തട്ടി ഉണർത്തി കഴിഞ്ഞപ്പോൾ ഏലിയാ പ്രവാചകൻ എന്താ പറഞ്ഞത്? എനിക്ക് മതിയായി ദൈവമേ, എനിക്ക് മടുത്തു, എനിക്ക് മതിയായി. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ മടുത്തു. 2 ദിവസം മുമ്പ് ശക്തനായ ധീരനായ പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ട ഏലിയ ജീവിതം മടുത്തവനായി ശൂന്യത നിറഞ്ഞവനായി മാറുകയാണ്. എന്നാൽ ഇവിടെ പ്രത്യാശ പകരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് തൻ്റെ മക്കൾ തളരുമ്പോൾ, മടുത്തു പോകുമ്പോൾ അത് മനസ്സിലാക്കുന്ന ദൈവമാണ്. അവിടെ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. ഈ വാടാമുൾച്ചെടിയുടെ തണലിൽ തളർന്നു കിടന്നുറങ്ങുന്ന ഈ ഏലിയാ പ്രവാചകന് വേണ്ടി ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും കർത്താവ് റെഡിയാക്കി വെച്ചു. ഹല്ലേലൂയ! അതാണ് ദൈവത്തിൻ്റെ കരുതല്. ദൈവത്തിന് വേണ്ടി നീ ജീവിക്കുമ്പോൾ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ മടുത്തു പോകുന്ന നിമിഷങ്ങളുണ്ടാകാം, നീ തളർന്നു വീഴുന്ന നിമിഷങ്ങളുണ്ടാകാം. പക്ഷേ നിന്റെ ജീവിതം അവിടെ തകർന്നു വീഴാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. നിനക്ക് വേണ്ടി ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും നിനക്ക് കുടിക്കാൻ വെള്ളവുമായി, സ്നേഹത്തിൻ്റെ സാന്ത്വന സ്പർശവുമായി നിന്റെ കർത്താവ് നീ തളരുന്ന നിമിഷങ്ങളിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുന്നു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവം കരുതി വെച്ച ഈ അപ്പവും വെള്ളവും കുടിച്ചിട്ട് 40 രാവും പകലും നടന്ന് ഏലിയാ പ്രവാചകൻ ഹോറേബ് മലയിലെത്തി. വീണ്ടും അവൻ ശക്തി പ്രാപിച്ചു. അമാനുഷികമായ ശക്തി കൊണ്ട് നിറഞ്ഞു. തളർന്നുപോയി എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട. നിന്നെ പുനരുജ്ജീവിപ്പിക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഇന്ന് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് തളർന്നു വീണിട്ടുണ്ടെങ്കിൽ, എനിക്ക് മതിയായി കർത്താവേ, എനിക്ക് മടുത്തു എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഏലിയാ പ്രവാചകനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ തളരുന്നില്ല. നിന്റെ ദൈവം ഏലിയാ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ, ഏലിയാ പ്രവാചകന് പുതുജീവൻ നൽകിയ അതേ ദൈവമാണ് നിന്റെ ദൈവം. ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ വീണ്ടും ശക്തി പ്രാപിക്കും. തളർന്നവന് അവൻ ശക്തി നൽകുന്നു, ദുർബലന് ബലം നൽകുന്നു. യെശയ്യാ 40:30 നമ്മൾ വായിക്കുന്നു. തളർന്ന മനുഷ്യർക്ക് ബലം നൽകുന്ന ഒരു കർത്താവ്, ദുർബലന് ശക്തി പകരുന്ന ഒരു കർത്താവാണ് നമ്മുടേത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ കരുതൽ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന മനോഹരമായ രംഗമുണ്ട്. ആ സുവിശേഷ ഭാഗത്ത് അപ്പമൊക്കെ കൊടുത്ത് ജനങ്ങളെ തൃപ്തിയായി കഴിഞ്ഞ ശേഷം ഈശോ ജനങ്ങളെ പിരിച്ചുവിടുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷീണിച്ചു, നിങ്ങൾ വഞ്ചിയിൽ കയറി കടലിൻ്റെ അക്കരയ്ക്ക് ബേത്സയിദയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടു. ഈശോ ജനങ്ങളെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ പോയി. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലാം മറന്ന് പിതാവിൻ്റെ മുമ്പിൽ. പക്ഷേ ഈശോയ്ക്ക് അവിടെ മനസ്സിലായി. 6-ാം അധ്യായം 48-ാമത്തെ വാക്കിൽ പറയുന്നുണ്ട്, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവൻ മനസ്സിലാക്കി. രാത്രിയിലെ 4-ാം യാമത്തിൽ ഇവർ നടുക്കടലിലാണ്. കാറ്റ് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് വഞ്ചി തുഴഞ്ഞിട്ട് മുന്നോട്ട് പോയില്ല. ശിഷ്യന്മാർ തളർന്നു, അവശരായി. ആ കടലിൻ്റെ മധ്യത്തിൽ കിടന്ന് നിലവിളിച്ച ആ കരയിലുള്ളവരൊന്നും കേൾക്കുകയില്ല. അപ്പോൾ അവരങ്ങ് മടുത്തു. അപ്പോൾ വചനം പറയുകയാണ്, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പോഴാണ് ഈശോ പെട്ടെന്ന് പ്രാർത്ഥനയും നിർത്തിയിട്ട് കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്നിട്ട് ഈ വഞ്ചിയിൽ കയറിയും കാറ്റ് ശമിപ്പിച്ച അനുഭവമൊക്കെ ഉണ്ടായത്. ഒന്നോർക്ക് നമ്മുടെ കർത്താവിൻ്റെ കരുതലൊന്നോർത്ത് നോക്കിയേ.
ചുമ്മാ പറഞ്ഞു വിടുകയല്ല ചെയ്ത്. ഈശോ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും തൻ്റെ ശിഷ്യരെ പിന്തുടരുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ ഹൃദയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവശരായി എന്ന് എന്നെ ഏറ്റവും ടച്ച് ചെയ്തതാണ്. വഞ്ചി തുഴഞ്ഞ് അവർ അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. അവർ വിളിച്ചു പറഞ്ഞിട്ടല്ല മനസ്സിലാക്കിയത്, അവർ സഹായരായിരുന്നു. പക്ഷെ അവൻ മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും, നമ്മൾ നിലവിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴൊക്കെ അവശരാകുന്നുണ്ട്, എപ്പോഴാണ് നമുക്ക് താങ്ങു വേണ്ടത്, എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത്, എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുത്തെ ശക്തി വെളിപ്പെടേണ്ടതെന്ന് അവിടുത്തേക്ക് അറിയാം. അതുകൊണ്ട് ഇതുവരെയും ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ ഭയപ്പെടേണ്ട. അവൻ അറിയാം എപ്പോഴാണ് നിൻ്റെ സമയമെന്ന്. നിൻ്റെ മാക്സിമം അവൻ അറിയാമെന്നത് കൊണ്ട് തക്ക സമയത്ത് അവൻ കടന്നു വരികയും അവൻ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ്.